മാർച്ച് 19 ബുധനാഴ്ച വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ തിരുനാൾ. മത്തായി 1:16, 18 മുതൽ 21, 24 വാക്യങ്ങൾ. ഇന്ന് തിരുസഭ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. പലപ്പോഴും സഭയിലെ വിശുദ്ധ യൗസേപ്പിന് അത്ര വലിയ പ്രസ് റിപ്പോർട്ടൊന്നും ലഭിക്കാറില്ല. എന്നിരുന്നാലും ഇന്നത്തെ തിരുനാൾ ദൈവത്തിൽ നമ്മിൽ മിക്കവർക്കും ഒരിക്കലും ലഭിക്കാത്തത്ര ആഴത്തിലുള്ള വിശ്വാസവും ആശ്രയവും ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ്റെ ആഘോഷമാണ്. ദൈവത്തോടുള്ള വിശ്വസ്തതയുടെ ജീവിതം നയിക്കുന്നതിനോടൊപ്പം നമ്മുടെ നല്ല സ്വഭാവത്തിലേക്കുള്ള ഒരു ആത്യന്തിക വഴികാട്ടിയുമാണ് ജോസഫ്. നമ്മുടെ ജീവിതം എങ്ങനെ മികച്ച രീതിയിൽ ജീവിക്കാമെന്ന് അദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ നമുക്ക് ഒരു ദർശനം നൽകുന്നു. വിശുദ്ധ യൗസേപ്പിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന 6 ഗുണങ്ങൾ ഞാൻ എടുത്തു കാണിക്കട്ടെ. അവ വിശ്വാസം, സ്നേഹം, ധൈര്യം, അനുസരണം, ആർദ്രത, ബഹുമാനം എന്നിവയാണ്. വിശുദ്ധ യൗസേപ്പിൻ്റെ വിശ്വാസം ഏറ്റവും നന്നായി പ്രകടമാവുന്നത് അദ്ദേഹത്തിൻ്റെ ദൈവത്തിലുള്ള ആശ്രയവും മറിയത്തെ ഗർഭിണിയായിരിക്കുമ്പോൾ സ്വീകരിക്കുകയും ചെയ്തതിലൂടെയാണ്. മറിയത്തോടും യേശുവിനോടുമുള്ള യൗസേപ്പ് പിതാവിൻ്റെ സ്നേഹം നമുക്ക് ഒരു മനോഹരമായ മാതൃകയാണ്. ആ സ്നേഹം എപ്പോഴും ഇരുവരുടെയും നന്മയ്ക്കായി പ്രവർത്തിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. യേശുവിൻ്റെ ആദ്യകാല ജീവിതത്തിൽ അവരെ സംരക്ഷിക്കുന്നതിനും അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്യുമെന്ന് ഉറപ്പാക്കുന്നതിനും ജോസഫ് സ്നേഹത്താൽ പ്രേരിതനായി പ്രവർത്തിക്കേണ്ട സന്ദർഭങ്ങൾ തിരുവെഴുത്തുകളിൽ ധാരാളമുണ്ട്. മറിയത്തെ സ്വീകരിച്ചതിലൂടെ ദൈവഹിതം സ്വീകരിച്ചതിലൂടെ മാത്രമല്ല, മറ്റ് നിരവധി സന്ദർഭങ്ങളിലും, ഉദാഹരണമായിട്ട് ബെത്ലഹേമിലേക്കുള്ള യാത്ര, യേശുവിൻ്റെ ജനനത്തിന് ശേഷമുള്ള മടക്കയാത്ര, കാണാതായ തൻ്റെ മകനെ ദേവാലയത്തിൽ അന്വേഷിക്കുന്നത്, ഇതെല്ലാം ജോസഫിൻ്റെ ധൈര്യം പ്രകടിപ്പിക്കുന്ന അവസരങ്ങളാണ്. ഓരോ സാഹചര്യത്തിലും ജോസഫ് ഒരിക്കലും തൻ്റെ യാത്ര മുടക്കിയില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയില്ല. ദൈവസ്നേഹത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നമ്മൾ എപ്പോഴും നീങ്ങേണ്ടതുണ്ടെന്ന് ഇവ ഓർമ്മപ്പെടുത്തുന്നു. ജോസഫിൻ്റെ ആർദ്രത ലോകത്തിൻ്റെയും ഇന്നത്തെ ലോകത്തിൻ്റെയും കാഠിന്യവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അന്നും ഇന്നും നിലനിൽക്കുന്ന മാച്ചോ സംസ്കാരത്തിലെ സ്നേഹം കാണിക്കുക, കരുതൽ പ്രകടിപ്പിക്കുക, കരുണ കാണിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക എന്നിവ ബലഹീനതയുടെ അടയാളമല്ല, മറിച്ച് ശക്തിയുടെ അടയാളമാണെന്ന് ജോസഫ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ സമൂഹത്തിലെ വ്യക്തികളെ വില കുറഞ്ഞവരായി കാണുന്ന ഈ ലോകത്ത് ഭാര്യയോടും കുടുംബത്തോടും ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ബഹുമാനം നമ്മെ തീർച്ചയായിട്ടും അത്ഭുതപ്പെടുത്തും. ജീവിച്ചിരിക്കുന്ന ഓരോ മനുഷ്യനും ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നും നമ്മളിൽ ആരും അതൊരിക്കലും മറക്കരുതെന്നും യൗസേപ്പ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തോടുള്ള അദ്ദേഹത്തിൻ്റെ അനുസരണം നമ്മുടെ ജീവിതത്തിന് ഒരു സമാന്തരത നൽകുന്നു. ജീവിതത്തിലെ നിരാശകൾ നമ്മെ തളർത്തുമ്പോൾ, വ്യക്തിപരമായ ദുരന്തങ്ങൾ നമ്മെ ബാധിക്കുമ്പോൾ
ജീവിതത്തിൻ്റെ സൗന്ദര്യം ഇരുളിൽ മൂടപ്പെടുമ്പോൾ നാം പലപ്പോഴും ദൈവ സാന്നിധ്യത്തെ സംശയിക്കുന്നു. എന്നാൽ ഔസേപ്പിതാവിൻ്റെ വിശ്വാസവും ദൈവ പദ്ധതിയോട് അനുസരണയുള്ളവനായി തുടരുകയും ചെയ്തതുവഴി നമ്മുടെ ബുദ്ധിമുട്ടുകൾക്കപ്പുറത്തേക്ക് നീങ്ങാനുള്ള ശക്തി നമുക്ക് ലഭിക്കുമെന്ന് പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സ്വഭാവ സവിശേഷതകളെല്ലാം, അതിലുപരി നമ്മുടെ വിശ്വാസം നാം എത്രത്തോളം നന്നായി ജീവിക്കുന്നു എന്നതിൻ്റെ ഒരു അളവുകോലായി ഔസേപ്പ് നിലനിൽക്കുന്നു. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.